KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചില്ലറയല്ല, അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ജംബോ പട്ടിക വന്നപ്പോൾ ഞാൻ കരുതി അതിനകത്ത് എല്ലാവരും ഒന്ന് സാറ്റിസ്ഫൈഡ് ആകാൻ അത്രയും ആളുകളെ 13 വൈസ് പ്രസിഡന്റുമാരൊക്കെ പ്രഖ്യാപിച്ചല്ലോ. കെ സുധാകരൻ പറഞ്ഞല്ലോ ഇതുപോലൊരു തൃപ്തി ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന്. അത് സീരിയസ് ആയിട്ട് പറഞ്ഞാണോ പരിഹസിച്ച് പറഞ്ഞാണോ എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ എന്തായാലും അവിടെ കഴിഞ്ഞിട്ടില്ല, ഇനി സെക്രട്ടറിമാരെയൊക്കെ പ്രഖ്യാപിക്കാനുണ്ട്. അപ്പൊ KPCC സെക്രട്ടറിമാരുടെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും പ്രഖ്യാപനം വൈകുമെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. കൂടിയാലോചനയ്ക്ക് ശേഷം മതിയെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചു. കേരളത്തിലെ നേതാക്കളുമായി ദീവാദാസ് മുൻഷി വീണ്ടും ചർച്ച നടത്തും. നിലവിലെ ഭാരവാഹി പട്ടികയിൽ അതൃപ്തി ഉയർന്നതോടെയാണ് തീരുമാനം വന്നിരിക്കുന്നത്. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, അങ്ങനെ ഏറെ നാളത്തെ കൂടിയാലോചനകൾക്കും ചർച്ചയ്ക്കൊക്കെ ശേഷമാണ് KPCC ഭാരവാഹി പട്ടിക, ഒരു ജംബോ പട്ടിക പുറത്തുവിട്ടത്. അതിൽ തന്നെ സെക്രട്ടറിമാരുടെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും ഒന്നും പട്ടിക വന്നിട്ടില്ല. അപ്പോൾ നിലവിൽ വന്ന പട്ടികയിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ, അതൃപ്തിയൊക്കെ പുകയുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന സമയത്ത് അതൊട്ടും ഗുണകരമാകില്ല എന്നുകൂടെ പാർട്ടി വിലയിരുത്തലുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്, ഇനിയിപ്പോൾ സെക്രട്ടറിമാരുടെ ലിസ്റ്റൊക്കെ വരണ്ടേ, ഒരുപാട് അധ്വാനിച്ച പ്രവർത്തകരൊക്കെ പുറത്തു നിൽക്കുകയാണ്, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇനിയും വീണ്ടും ഒരു വിവാദ തീരുമാനങ്ങളിലേക്ക് കടക്കേണ്ടതില്ല, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇതൊന്ന് നിർത്തിവെക്കാമെന്നാണോ തീരുമാനം? ജിൽസൈൻ നൗഫലും ശ്രദ്ധിച്ചു കാണും. VD സതീശന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഈ ഭാരവാഹി പട്ടിക വന്നതിന് ശേഷമുള്ള ആദ്യ പ്രതികരണം തന്നെ ഈ രണ്ട് പട്ടികകളും ഒരുമിച്ച് വരുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ആവശ്യവും അത് തന്നെയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് വൈസ് പ്രസിഡന്റ്, ട്രഷറർ, ജനറൽ സെക്രട്ടറി മാത്രമല്ല KPCC സെക്രട്ടറി, KPCC എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഇവരുടെ കൂടി ഒരു പട്ടിക പുറത്തു വരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രതീക്ഷിച്ചിരുന്നത്. കാര്യം ഈ സെക്രട്ടറി പദത്തിലേക്കാണ് കൂടുതലും ഭാരവാഹികളെ, ഈ ചെറുപ്പക്കാരായ ഭാരവാഹികളെ ഉൾപ്പെടുത്തുന്നത്. അവർ തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം അവർക്ക് സ്ഥാനാർത്ഥിത്വം പോലും പരിഗണിക്കുന്നത്. അതിനടിസ്ഥാനമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഔദ്യോഗിക പദവി ഈ സെക്രട്ടറി പദവിയാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് ഇതിനോടൊപ്പം തന്നെ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി യുവ നേതാക്കന്മാർ ഉൾപ്പെടെ AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരെ പോയി കാണുകയും ഹൈക്കമാൻഡിൽ പലതരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു. ഇത്രയും വലിയ ജംബോ പട്ടികയാണ്, ഭാരവാഹി പട്ടിക തന്നെ വരുന്നത്. അതിനൊപ്പം തന്നെ വേറൊരു ഭാരവാഹി പട്ടിക അടുത്ത ജംബോ കമ്മിറ്റി വരുന്നതാണെങ്കിൽ വ്യാപകമായ ആക്ഷേപത്തിന് ഇരയാക്കും എന്നുകൊണ്ട് തന്നെയാണ് ഇത് 2 ദിവസം കഴിഞ്ഞ് പ്രഖ്യാപിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലെത്തിയിരുന്നത്. കാരണം വിശ്വാസ സംരക്ഷണ ജാഥയുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രഖ്യാപിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ഇത് കൂടിയാലോചനയ്ക്ക് ശേഷം ചെയ്താൽ മതി എന്നുള്ളൊരു കാര്യം തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ദീപാദാസ് മുൻഷി കേരളത്തിലെത്തി നേതാക്കന്മാരുമായി വീണ്ടും കൂടിയാലോചന നടത്തി. ഇതിനകം തന്നെ പട്ടിക ഏകദേശം തയ്യാറായിരുന്നു. പക്ഷേ പട്ടികയിലേക്ക് കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് തന്നെ കരുതിയിരിക്കുന്നത്. കാര്യം ഈ നിലവിൽ പുറത്തുവിട്ടിരിക്കുന്ന ഈ ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും പട്ടികയിൽ ഒരു തരത്തിലുള്ള ഒരു പരാതിയും ഉണ്ടാവില്ല എന്നാണ് ഹൈക്കമാൻഡ് പ്രതീക്ഷിച്ചിരുന്നത്. TN പ്രതാപൻ, ശശി തരൂർ അടക്കമുള്ള നേതാക്കന്മാരുടെ കൂടി അവരുടെ പേരുകൾ കൂടി പരിഗണിച്ചാണ് ഒരു പട്ടിക പുറത്തിറക്കി വിട്ടത്. അതിനുശേഷവും പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ഇനി വിശദമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രം KPCC പട്ടിക പുറത്തുവിട്ടാൽ, എക്സിക്യൂട്ടീവിന്റെയും പട്ടിക പുറത്തുവിട്ടാൽ മതിയെന്ന് ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. KC വേണുഗോപാൽ ഇതിനകം തന്നെ K മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മിക്കവാറും 22-ാം തീയതി നടക്കാവിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയായിരിക്കും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. K മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് താൻ ഒറ്റ ഭാരവാക്യം മാത്രമാണ് പറഞ്ഞിരുന്നത്, അതുപോലും പരിഗണിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കൂടുതൽ നേതാക്കന്മാരുടെ പരാതികളും അവരുടെ പരിഭവങ്ങളും തീർത്ത് അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിശാലമായ ഒരു പട്ടികയായിരിക്കും ഇനി KPCC സെക്രട്ടറി, എക്സിക്യൂട്ടീവ് എന്ന തലത്തിൽ പുറത്തേക്ക് വരിക. അതിന് യുവ നേതാക്കന്മാർ അടക്കം കാത്തിരിക്കണം എന്ന സന്ദേശമാണ് ഹൈക്കമാൻഡ് നൽകുന്നത്.